ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വേഫാറർ വേൾഡ്. നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒമാൻ മദ്ദ പറഞ്ഞൊരു സ്ഥലത്താണ്. ഇത് UAE ഉള്ളിൽ തന്നെയുള്ള ഒമാൻ്റെ ഒരു ടെറിട്ടറിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കോർഫക്കാനിലെ ടണൽ റോഡാണ് എടുത്തിരിക്കുന്നത്. ദുബായിൽ നിന്നും നിയർലി 150 കിലോമീറ്റേഴ്സ് ദൂരമുണ്ട്. അവിടെ ഒരു മദ്ദ ഡാമുണ്ട്. ഓക്കെ, അവിടേക്കാണ് ഇന്നത്തെ നമ്മുടെ ട്രിപ്പ്. ഓക്കെ, നമ്മളപ്പോൾ കോർഫക്കാനിലെ ടണൽ റോഡ് എടുത്തിരിക്കുകയാണ്. ടണൽ റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ടണൽ റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 ടണലാണ് കോർഫക്കാൻ റോഡിലുള്ളത്. 2018 ആ ടൈമിലാണ് തോന്നുന്നത് അത് ഓപ്പൺ ആയത്. ഡേറ്റ് കൃത്യമായിട്ട് അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇതിൽ 3rd ടണലാണ്, ഏറ്റവും ലോങ്ങസ്റ്റ് ടണലാണിത്. ഓക്കെ, ടണലിലൂടെ പോവുകയാണ്. ഈ മദ്ദ ഒമാൻ, അത് ശരിക്കും ഒമാൻ്റെ ടെറിട്ടറിയാണ്, ബട്ട് UAEയുടെ ഉള്ളിലാണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടണൽ കഴിഞ്ഞ് നെക്സ്റ്റ് ടണലിലായിട്ട് മൂവ് ആവുകയാണ്. നമ്മൾ ഓൾമോസ്റ്റ് കോർഫക്കാൻ സിറ്റി കഴിഞ്ഞ് അവിടെ നിന്നും ഒരു 25-30 കിലോമീറ്റേഴ്സ് ഉണ്ട് ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. അത് കോർഫക്കാൻ ഫുജിറ റോഡിലാണ് ഈ സ്ഥലമുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ മദ്ദ എത്തിയിരിക്കുന്നു. ഇവിടെ എത്തിയാൽ പിന്നെ നമ്മുടെ UAEയുടെ സിഗ്നലെല്ലാം പോയിട്ട് ഒമാൻ്റെ നെറ്റ്വർക്ക് ആയിരിക്കും കിട്ടുക. ഓക്കെ, താഴെയെല്ലാം പാർക്കിംഗ് ഉണ്ട്. പാർക്കിങ്ങിന് ഫീസ് ഉണ്ട്. ഇതൊരു ലോക്കൽ ഷെയ്ക്കിൻ്റെ സ്ഥലമായിട്ടാണ് നമ്മൾ അറിഞ്ഞത്. അവിടെ മദ്ദ ഡാമുണ്ട്. ആ ഡാമിൽ നിന്നും വരുന്ന റിവറാണത്. മദ്ദ ഡാം എന്ന് പറയുമ്പോൾ ഓപ്പൺ ചെയ്ത് ഈ റിവറിലൂടെ വെള്ളം വിടും. പ്ലേ ഏരിയ ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാമ്പിങ്ങിനുള്ള സൗകര്യമെല്ലാം അവിടെ ഉണ്ട്. നല്ല തണുപ്പുള്ള വെള്ളമാണ്. ചില ഇടങ്ങളിൽ നല്ല ആഴമുണ്ട്. നല്ല രസമാണ് അവിടെ. ഇത് റമദാൻ വെക്കേഷൻ ആയ കാരണം നല്ല തിരക്കുണ്ട്. ഇതൊരു റിമോട്ട് ഏരിയ ആണ്. ഓൾമോസ്റ്റ് നല്ല ഉള്ളിലുള്ള ഏരിയ ആണ്. അധികം ആൾക്കാർക്ക് അറിയില്ല ഈ ഒരു സ്പോട്ടിനെ കുറിച്ച്. ഓക്കെ, നല്ല തണുപ്പുള്ള വെള്ളമായതുകൊണ്ടും ആഴമുള്ളതുകൊണ്ടും ചെറിയ കുട്ടികൾ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. നമ്മളൊരു ഫ്രണ്ട്സായിട്ടാണ് നമ്മളിവിടെ യാത്ര ചെയ്തിരിക്കുന്നത്. 3 കാറുകളിലായിട്ടാണ് നമ്മൾ പോയത്. ക്യാമ്പിങ് എന്തായാലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം നിയർലി 2.5 hours ഡ്രൈവ് ഉണ്ട്. ഇത് നമ്മൾ ക്യാമ്പിംഗ് ഇല്ല, ഇതൊരു ആരും അറിയാത്ത സ്പോട്ടായ കാരണം നമ്മൾ ജസ്റ്റ് വന്നതാണ്. പക്ഷെ ഒരുപാട് ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ കോർഫക്കാൻ ഫിഷ് മാർക്കറ്റ് പോയിട്ട് അവിടെ നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഗ്രിൽ ഫിഷ് കിട്ടുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്.